guys, assalamualaikum. Welcome back to my channel. എന്താ ഒരു ഇവന്റ് ഉണ്ട്. അപ്പോൾ ആവശ്യം എന്താണെന്നൊക്കെ ഞാൻ പിന്നെ പറയാം. പിന്നെ ഹോപ്പ് യു ഓൾ ഡൂയിങ് വെൽ. പിന്നെ എനിക്ക് കുറേ ഈ ഇടയായിട്ട് കുറേ DMs ഒക്കെ ഇങ്ങനെ വരാറുണ്ട്. ഇങ്ങനെ കുറേ ഞാൻ ട്രാവൽ ചെയ്യുമല്ലോ. ഇപ്പം തന്നെ ഈ മാസത്തിൽ എത്രയായി മാംഗ്ലൂർ വന്നത്. അത് മാംഗ്ലൂർ വന്നിട്ടുണ്ട്. പിന്നെ വർക്കിന് പോകുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ട് എൻ്റെ ഫ്രണ്ട്സ് തന്നെ ചോദിക്കും എന്തോ ഒരു ട്രാവലിംഗ് ചെയ്യണമെന്ന്. ബിക്കോസ് നമ്മൾ കിഡ്സ് ആയിട്ടും നമ്മൾ ട്രാവൽ ചെയ്യാറുണ്ടല്ലോ. വി ട്രാവൽ എ ലോട്ട് ആക്ച്വലി. അപ്പോൾ ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ എന്ത് പറ്റും, ലോട്ട്സ് ഓഫ് വെതർ ചേഞ്ചസ്, വാട്ടർ ചേഞ്ചസ് അങ്ങനെയൊക്കെ ആകുമ്പോൾ സ്കിന്നിന് അത് നല്ലോണം എഫക്റ്റ് ചെയ്യും. ഈയിടെയായിട്ട് അത് നല്ലോണം കുറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കും കാണാൻ പറ്റും. എൻ്റെ വ്ളോഗ്സ് വർഷങ്ങളായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്കത് കാണാൻ പറ്റും. അത് എങ്ങനെ കുറഞ്ഞു എന്ന് പറഞ്ഞിട്ട് കുറേ കമൻസും DMs ഒക്കെ വരാറുണ്ട്. ഇതിന് മുമ്പ് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. സോ ഐ തോട്ട് റെഡി ആവണ മുമ്പ് ഒന്നുകൂടി നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ബിക്കോസ് ഇറ്റ് മൈറ്റ് ഹെൽപ്പ് യു ഗൈസ്. അപ്പോൾ ഈ ഇടയായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ഉണ്ട്. അതേതാണെന്ന് ഞാൻ അതിൽ കാണിച്ചു തരാം. സോ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രഷ് ആയിട്ട് റെഡി ആയിട്ട് ഇന്നത്തെ ഇവൻറ്റിന് പോവാം. ഇവൻ്റ് എന്ന് ഞാൻ പിന്നെ പറയാം. കം ലെറ്റ്സ് ഗോ. ഞാൻ യൂസ് ചെയ്യുന്നത് ഹിമാലയ പ്യൂരിഫൈങ് നീം ഫേസ് വാഷ്. ആദ്യം നമുക്ക് ഹിമാലയസ് ഫേസ് വാഷ് ഒന്ന് കയ്യിലെടുക്കുക. ചെറിയ എമൗണ്ട് എടുത്തിട്ട് ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഫേസ് ഒന്ന് വെറ്റ് ചെയ്തതിന് ശേഷം സർക്കുലർ മോഷനിൽ വേണം ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ. എന്നിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. മസാജ് ചെയ്തതിന് ശേഷം വാട്ടർ കൊണ്ട് നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് കളയാം. ഇയേഴ്സ് ആയിട്ട് ഞാൻ ട്രസ്റ്റ് ചെയ്യുന്ന ഒരു ബ്രാൻഡാണ് ഹിമാലയ. ഇത് 100% നാച്ചുറലി ഡിറൈവ്ഡ് നീമാണ്. നീമിലുള്ള ആന്റിബാക്ടീരിയൽ പ്രോപ്പർട്ടി നമ്മളെ ഫേസിലുള്ള പിമ്പിൾസിനെ റെഡ്യൂസ് ചെയ്യൂ എന്നുള്ളത് ക്ലിനിക്കലി പ്രൂവൻ ആണ്. ഇത് 99.9% പിമ്പിൾ കോസിംഗ് ബാക്ടീരിയനെ കിൽ ചെയ്യും. ഇത് ഫസ്റ്റ് യൂസിൽ തന്നെ ആ ഒരു വ്യത്യാസം നമുക്ക് അറിയാൻ പറ്റും. പിന്നെ ഇതിൽ സോപ്പ് ആൻഡ് പാരബിൻ ഫ്രീ ആയതുകൊണ്ട് നിങ്ങൾക്ക് ഡെയിലി ട്വൈസ് ഒക്കെ യൂസ് ചെയ്യാം. നോ ഇഷ്യൂസ്. എനിക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആയ ഒരു ഫേസ് വാഷ് ആണ് ഇത്. നിങ്ങൾക്കും ഇത് വേണമെന്നുണ്ടെങ്കിൽ ആമസോൺ, നൈക്ക, ഫ്ലിപ്കാർട്ട്, ഹിമാലയസ് വെബ്സൈറ്റ് ആൻഡ് ആപ്പിൽ ഇത് അവൈലബിൾ ആണ്. ഡിസ്ക്രിപ്ഷനിൽ എന്തായാലും ഞാൻ ലിങ്ക് ഇട്ടിട്ടുണ്ടാവും. പിന്നെ സ്പെഷ്യൽ ഓഫർ ഉണ്ടാവും. സോ ഡോണ്ട് മിസ് ദി ചാൻസ് ഗൈസ്. അങ്ങനെ ഫ്രഷ് ആവാൻ പോയ ഞാൻ എന്താ ചെയ്യണ്ടേ, കുറേ പണിയുണ്ടായിരുന്നു. അതൊക്കെ തീർത്തിട്ട് വൈകുന്നേരമായി ആക്ച്വലി. രാവിലെ പോയാൽ ഞാൻ കുറേ പണിയുണ്ടായിരുന്നു. അതൊക്കെ തീർത്തിട്ട് ലഞ്ചൊക്കെ കഴിച്ചിട്ട് ഫ്രഷായി വരുമ്പോൾ വൈകുന്നേരമായി. പിന്നെ എബ്ബുനെ പുറത്തൊക്കെ കൊണ്ടുപോയായിരുന്നു കളിപ്പിക്കാൻ വേണ്ടിയിട്ട്. എബ്ബും സൈബുനായിട്ട് ഞാൻ പുറത്ത് പോയായിരുന്നു. അത് കഴിഞ്ഞിട്ട് മഗ്‌രിബൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ വീണ്ടും താഴെ വന്ന് കളി കാണിച്ചു തരാം കേട്ടോ. താഴെ വീയോട്ടാ, താഴെ വീയോ. അവനിപ്പോൾ ഡിന്നറൊക്കെ കഴിച്ചിട്ട് TV കണ്ടുകൊണ്ടിരിക്കും, എൻജോയ് ചെയ്യും. അവിടെ അവർ കളിക്കണ പോലെ തന്നെ സോഫയിൽ ചാടുക, ബെഡിൽ ചാടുക, ഇത് തന്നെയാണ് പണി. അവിടെ ഡിന്നറൊക്കെ കഴിഞ്ഞു. ഇന്ന് ഞാൻ കഴിക്കണമെന്ന് വിചാരിച്ചു. ബിക്കോസ് ഐ എം നോട്ട് വെൽ, എന്തോ ഒരു സുഖമില്ല. അപ്പോൾ അവരെ പുറത്ത് കൊണ്ടുപോയ വ്ളോഗൊക്കെ ഞാൻ വേറെ വ്ളോഗ് ഇന്നലെ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇത് വേറെ വ്ളോഗാണ് ഞാൻ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നമ്മൾ ഇപ്പോൾ പാക്കൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നൗ ഇറ്റ്സ് 13th 14th ആവുമ്പോൾ, ഐ മീൻ 1 AM നമ്മൾ ഇവിടെ നിന്ന് പുറപ്പെടും. എങ്ങോട്ടാ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു ഇവൻറ്റ് ഉണ്ട്. ഇവൻറ്റ് അല്ല ആക്ച്വലി, ഐ തിങ്ക് ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു ഇനോഗ്രേഷൻ ഉണ്ട് കൂർഗിൽ. ദാറ്റ്സ് ഓൺ 15th. 14th ഏർലി മോർണിംഗ്, ഐ മീൻ മിഡ് നൈറ്റ് നമ്മൾ വിടുന്നതാണിപ്പോൾ. ഇപ്പോൾ 10:30 ആയി ടൈം. നമ്മളൊരു 1 AM ആകുമ്പോൾ വിടും. എന്നിട്ട് അവിടെ കറക്റ്റ് ചെക്ക് ഇൻ ടൈം ആകുമ്പോൾ അവിടെ എത്തും. എന്നിട്ട് റൂം ചെക്ക് ഇൻ ചെയ്തിട്ട് വിൽ ബി സ്റ്റേയിങ് ദെയർ 14th നൈറ്റ്. എന്നിട്ട് 15th മോർണിംഗ് ഇനോഗ്രേഷനൊക്കെ കഴിഞ്ഞിട്ട് അന്ന് തന്നെ നമ്മൾ റിട്ടേൺ വരും. ബിക്കോസ് 16th എൻ്റെ ഫാമിലിയൊക്കെ എത്തും. സൈഗുൻ്റെ ഫങ്ഷൻ ആണല്ലോ ഓൺ 18th. അപ്പോൾ അതിന് വേണ്ടി എല്ലാവരും എത്തും. ഐ എം വെരി എക്സൈറ്റഡ് സൈഗുൻ്റെ ഫങ്ഷന് വേണ്ടി. അപ്പോൾ അതൊക്കെയാണ് സംഭവം. അപ്പോൾ അതിനുള്ള പ്രിപ്പറേഷൻസൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പാക്കിങ്ങൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. പാക്കിംഗ് എന്ന് പറയാൻ വേണ്ടി കുറേ പാക്കിംഗ് ഒന്നും ഇല്ല. ലൈക്ക് 1 or 2 ഡ്രസ്, എബ്രുവിന് വേണ്ടി കുറച്ച് ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ട്. ആൻഡ് ഹിസ് ഡൈപ്പേഴ്സ് ആൻഡ് ഓൾ, ദാറ്റ്സ് ഇറ്റ്.
പിന്നെ ഫുഡൊക്കെ ഇപ്പം നമ്മുടെ ഫുഡ് കഴിക്കാറുണ്ടല്ലോ. പിന്നെ ഇടയ്ക്ക് ഞാൻ സിർലാക്കൊക്കെ കൊടുക്കും, റാഗിയൊക്കെ കൊടുക്കും. പിന്നെ അല്ലാതെ ഹീൽ ഈറ്റ് നോർമൽ ഫുഡ്. കുറച്ചാണ് ആൾ കഴിക്കണേ, ബട്ട് സ്റ്റിൽ ഹീൽ ഈറ്റ്. അപ്പോൾ അതിനെ പറ്റി വലിയ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. പണ്ടൊക്കെ ഞാൻ മിക്സിയും പാത്രങ്ങളൊക്കെ ആയിട്ട് കൊണ്ടുപോകും. അങ്ങനത്തെ ഒരു ടെൻഷനൊന്നുമില്ല, മാഷാ അല്ലാ. അപ്പോൾ അമ്മനൊക്കെ ഇപ്പോൾ വീഡിയോ കോൾ ചെയ്ത് വെച്ചായിരുന്നു. അമ്മ എപ്പോഴും മോർണിംഗ് നൈറ്റൊക്കെ വീഡിയോ കോളൊക്കെ ചെയ്യും. അതൊക്കെ കഴിഞ്ഞ് ഇരിക്കുവാണിപ്പം. ഇനി എല്ലാം പാക്ഡാണ്. സോ റെഡി ആയിട്ട് പോയാൽ മതി. സോ റെഡിയായി പോണത് പിന്നെ വേറെ എന്തെങ്കിലും വിശേഷമൊക്കെ ഉണ്ടെങ്കിൽ ഞാനിങ്ങനെ അറിയിപ്പിക്കാം. സ്റ്റേ ട്യൂൺ. So guys, we all are ready. All are not ready. അവിടെ ഞാൻ ഇപ്പോൾ ഒരു പയ്യനെ കണ്ടു, സൈഗു ഡ്രസ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കണുള്ളൂ. ഞാൻ റെഡി, അബു റെഡി, സുനു റെഡി, സോനു റെഡി. I'm very hungry. It's 12:15 right now. Very hungry. Dinner കഴിച്ചിട്ടില്ല. So I'm having bread and peanut butter. ഉച്ചക്ക് കഴിച്ചിട്ട് തന്നെ എനിക്കൊരു സുഖമില്ല വയറ്റിന്. അതുകൊണ്ട് സോനു റിസർച്ച് ചെയ്ത് നോക്കിയപ്പോൾ മറ്റേ ചേനയില്ലേ, അത് ഹാഫ്ലി കുക്ക്ഡായിരുന്നു. അത് നല്ലോണം ബോയിൽ ചെയ്യണം, അല്ലെങ്കിൽ സ്റ്റൊമക്കിന് പനി കിട്ടും. ഫുഡ് പോയ്സണിങ് ആവും. അപ്പോൾ എനിക്ക് പണി കിട്ടി. ഇപ്പം അത്യാവശ്യം ഓക്കെയാണ്, ബട്ട് സ്റ്റിൽ നോട്ട് സോ മച്ച് ഒരു ഇതില്ല, ഉഷാറില്ല. അപ്പോൾ ഇത് കഴിച്ച് തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. സുനു റെഡിയല്ലേ? നമ്മുടെ വളരെ ചെറുതായിട്ടുള്ള പാക്കിംഗ് ഉണ്ട്. സുനുൻ്റെ തലവണി, ബെഡ്ഷീറ്റ്, കോട്ട് മാത്രമാണ് അവൾ എടുക്കാത്ത, ബാക്കിയെല്ലാം ഉണ്ട്. അപ്പോൾ ഒരു ബാഗ്, എൻ്റെ ബാഗൊക്കെ താഴെ. എല്ലാവരും ചെറിയ ചെറിയ ബാഗാണ്, ബിക്കോസ് വി ഗോയിങ് ഫോർ 1 or 2 days റൈറ്റ്. വലിയ സംഭവമൊന്നും വേണ്ട. സൈഗു ഫുൾ 5G സ്പീഡിൽ ഡ്രസ്സ് ഇട്ടുകൊണ്ടിരിക്കണം, എന്തിനാണാവും. അപ്പോൾ ഇനി സോനൊക്കെ വരട്ടെ, നമുക്ക് പോവാം. ഹായ്, ഹലോ, ആർ യു ഗൈസ് റെഡി? 2 പേരും ഗൈസ് റെഡി അല്ലേ? റെഡി. എബു കുളിച്ചിട്ട് ഡ്രസ്സൊക്കെ ഇട്ടിരിക്കും, നൈറ്റ് ഡ്രസ്സ് തന്നെ, ബിക്കോസ് കംഫർട്ട് വേണമല്ലോ പോകുമ്പോൾ. സുനു ഇന്ന് എന്ത് പറ്റിയാവും, സൽവാർ ഇട്ടൊക്കെ ഇരിപ്പുണ്ട്. ഇറ്റ്സ് കോട്ടൺ റൈറ്റ്, കോട്ടൺ മെറ്റീരിയൽ ആയതുകൊണ്ട് കംഫർട്ട് ഉണ്ടാവും. പിന്നെ ഉറങ്ങുമ്പോൾ നിങ്ങൾക്ക് നല്ല സുഖമാണ്, ഫുള്ള് മൂടി, ഷോളൊക്കെ മൂടിയിരിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. സോ ഓൾ ആർ റെഡി, ലെറ്റ്സ് ഗോ. സോനു എന്തോ ചെയ്തുകൊണ്ടിരിക്കുക. സോനു വരുമ്പോൾ വി ആർ ഗോയിങ്. റൈറ്റ് നാവ് ഇറ്റ്സ് 12:15, ഒരു 12:30 ഒക്കെ ആകുമ്പോൾ ഇടുമായിരിക്കും ഇൻഷാ അല്ലാ. ഗൈസ്, നമ്മൾ ഇറങ്ങാറാകുമ്പോൾ നല്ല അടിപൊളി റെയിനാണ്, ഹെവി റെയിനാണ്. ഇറ്റ്സ് എ സൈൻ ഓഫ് പോസിറ്റീവ് എനർജി. കാരണം നമ്മൾ പുറത്താണ് പാർക്ക് ചെയ്തത്, നല്ല രസമായിരിക്കും മഴയത്ത്. കുറച്ചുകൂടെ ഹെവി വന്നാൽ ഇറ്റ്സ് ടഫ് ടു ഡ്രൈവ്, ഓർ എൽസ് കുറച്ച് മെല്ലെ മെല്ലെ പെയ്യണമെങ്കിൽ നല്ല രസമായിരിക്കും. നമ്മൾ ഇറങ്ങി. ഇപ്പോൾ ടൈം 12:44 ആയി. 1 AM ഇറങ്ങണമെന്നായിരുന്നു, നേരത്തെ ഇറങ്ങി. 15 minutes നേരത്തെ ഇറങ്ങി. സൈക്കിൾ വെക്കുന്നൊന്നും ഉറക്കില്ലേ? 1 മണിയാവാറായല്ല. അപ്പോൾ ഇൻഷാ അല്ലാ പോണ വഴി മൊത്തത്തിലെല്ലാവരും ഉറങ്ങും. തന്നെ ഇരിക്കും വിശേഷം. എന്തെങ്കിലും പ്രത്യേകിച്ചുണ്ടെങ്കിൽ കാണിച്ചു. സമയം എത്രയായി? 4:43 അല്ലേ? 4:43 ആയി. നമ്മൾ മലപ്പുറമൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ അവിടെ കോഴിക്കോട് കഴിഞ്ഞു. നമ്മളിപ്പോൾ ഒരു പെട്രോൾ ബങ്ക് നിർത്തി വാഷ്റൂമൊക്കെ പോയി ഒരു ചായക്കട നോക്കി നടക്കണതാണ് ഗൈസ്. ചായക്കട കിട്ടിയിട്ടില്ല. അപ്പോൾ എന്തെങ്കിലും കഴിക്കാനല്ല, കുടിക്കാൻ ഒരു താല്പര്യം പോലെ അല്ലേ? 2 പേർക്കും വയറിന് പണി കിട്ടിയിരിക്കുക ഗൈസ്. ബിക്കോസ് ചേന പണി തന്നു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സുബ ബാങ്ക്. അപ്പോൾ
നമുക്ക് ചേന കറക്റ്റ് വേവിക്കാതെ നിങ്ങൾ ഒരിക്കലും കഴിക്കരുത്. പകുതി വെന്ത ചേന കഴിച്ചാൽ പണി കിട്ടും. നമുക്ക് ഇപ്പോൾ 8ൻ്റെ പണി കിട്ടിയിരിക്കുക. എപ്പോൾ നോക്കിയാൽ നല്ല ഉറക്കം, കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് ഉച്ചക്ക് കഴിച്ചില്ലായിരുന്നല്ലേ? നൈറ്റ് കഴിച്ച്. അല്ല, എനിക്ക് പണി കിട്ടിയത് ചേനന്ന് ഞാൻ അറിഞ്ഞില്ല. ഇപ്പൊ വരുമ്പോഴല്ലേ സോനു പറഞ്ഞ് ഡൈജസ്റ്റ് ആവണ്ടാണ്, ഐ മീൻ വേവണ്ടാന്ന് സോനു പിന്നാണ് പറഞ്ഞത്. അത് ഞാൻ തോട്ട് ഞാൻ മമ്മ ഒക്കെ വീഡിയോ കോൾ ചെയ്യുമ്പോൾ ഇറ്റ്സ് ലൈക്ക് എന്തോ കഴിച്ചത് പിടിച്ചിട്ടില്ല എനിക്ക്. ഞാൻ അങ്ങനെ പറയണ്ടായിരുന്നു, എന്തൊന്നും അറിയില്ല, പക്ഷെ എന്തോ കഴിച്ചത് എനിക്ക് പറ്റിയിട്ടില്ല. ഞാൻ വിചാരിച്ചു ഇന്നലെ നമ്മൾ പുറത്തുനിന്ന് അട ഒക്കെ മേടിച്ച് കഴിച്ചായിരുന്നു, അതായിരിക്കും. അതൊരിക്കലും അല്ല, നല്ല ഐറ്റം ആയിരുന്നു, പക്ഷെ അതായിരിക്കുമോ അങ്ങനെ വിചാരിച്ചു. ചക്കൻ്റെ അല്ലേ, അതന്നെ ചക്ക. അപ്പോൾ ചക്ക കഴിച്ച സ്റ്റൊമക്ക് പെയിൻ ആയല്ലോ അന്ന്. അപ്പോൾ അതിൻ്റെ അട കഴിച്ചിട്ടായിരിക്കുമോ സ്റ്റൊമക്ക് പെയിൻ എന്ന് വിചാരിച്ചു. പക്ഷേ നോ, നോട്ട് ദാറ്റ്. അപ്പോൾ ഇത് നെറ്റിൽ നോക്കിയപ്പോൾ ഇതിൻ്റെ ആയിരുന്നു പ്രശ്നം. ചേനൊക്കെ നല്ല വേവിച്ചിട്ട് വേണം കഴിക്കാൻ, ഹാഫ്ലി കുക്ക്ഡ് കഴിക്കരുത്. എപ്പോഴും നമ്മൾ കുക്കറിൽ വെക്കണം. ഇന്ന് ചട്ടിയിലാണ് വെച്ചത്, അത് വേറൊരു ടൈപ്പ് കറി വെക്കാൻ അതിലാണ് വെച്ചത്. ഇത് വെന്തില്ല. ഞാൻ വിചാരിച്ച് ചേന ഇങ്ങനെയെന്ന് വിചാരിച്ച് ഞാൻ അതൊക്കെ വേവത്തെടുത്ത് ഞാറാന്ന് കഴിച്ച് തിന്നു. അപ്പോൾ എനിക്ക് നേരത്തെ നല്ലോണം ഉണ്ടായിരുന്നു, ഒരു നോസിയ പോലെ, വോമിറ്റിംഗ് സെൻസേഷൻ, ഒരു സ്റ്റൊമക്ക് പെയിൻ, അങ്ങനെയൊക്കെ ഫുഡ് പോയിസണിങ് ആയപ്പോൾ. ഇപ്പോൾ അത്ര കുഴപ്പമില്ല, എന്നാലും ഉണ്ട് ഒരു അസ്വസ്ഥത. അതുകൊണ്ട് ഉറക്കമേ വന്നില്ല. ഇല്ലെങ്കിൽ ഈ ടൈമിലൊക്കെ നമ്മൾ നല്ല ഉറക്കമായിരിക്കും. സുനു സൈഗൊക്കെ നല്ല ഉറക്കം. ഞാനും ഈ ടൈമിൽ ഉറക്കമായിരിക്കും. പക്ഷെ ഇന്ന് എനിക്കൊരു ബോഡിക്ക് ഒരു സുഖമില്ലാത്തതുകൊണ്ട് ഉറക്കം വന്നില്ല. ബേബിക്കും അത് തന്നെ പ്രോബ്ലം, ഈവൻ ഹി ഈസ് നോട്ട് സ്ലീപ്പിംഗ്. അപ്പോൾ ഇനി നമ്മൾ എത്താൻ ഇനിയുണ്ട് ഗൈസ്, കുറേ അല്ല ഉറങ്ങിക്കൂടെ ഓടിക്കാൻ പറ്റൂലല്ലോ. അല്ലെങ്കിൽ സൈഡാക്കി കുറച്ച് നേരമൊക്കെ ഉറങ്ങുമല്ലോ. അങ്ങനെ ഉറങ്ങണില്ല നമ്മൾ. എപ്പോൾ കയറിയിട്ട് 1/2 hour കഴിയുമ്പോൾ തന്നെ ഉറങ്ങി. ഇപ്പം ഞാൻ വാഷ്റൂം പോകുമ്പോൾ എണീച്ചായിരുന്നു. എന്നിട്ട് ഡാഡിയുടെ കയ്യിൽ പോയി ഉമ്മി വാഷ്റൂം പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞാൽ അവന് മനസ്സിലാവും, പിന്നെ ഇരുന്നോളൂ. ജസ്റ്റ് 5 minutes. ഞാൻ 5 minutes വന്നില്ലെങ്കിൽ പിന്നെ അവൻ എന്നെ നോക്കാൻ തുടങ്ങും. അപ്പോൾ ഇപ്പം എവിടെ എത്തിയെന്നാ പറഞ്ഞേ? കോഴിക്കോടൊക്കെ കഴിഞ്ഞു. ഇനി തലശ്ശേരിയിൽ നിന്ന് നമ്മൾ വേറെ റൂട്ട് എടുക്കും. തലശ്ശേരി പോണ വരെ സെയിം ആണ്, മാംഗ്ലൂർ പോണ റൂട്ട് തന്നെ. തലശ്ശേരിയിൽ നമ്മളൊരു ഡൈവേർഷൻ എടുക്കും. അപ്പോ കൂർഗിലത്തെ അപ്പോ ഞാൻ പറയണ നമ്മൾ കൂർഗ് പറയണത് ഒരു കഫേ ടോസ്റ്റ് എന്നുള്ളൊരു കഫേ ഇനോഗ്രേഷൻ ആണ്. കഫേ ടോസ്റ്റ്. അപ്പോ നെല്ലിയാഹുദിക്കേരി 10 AM 15th. സോ അതായത് നാളെ. ഇന്നിപ്പോൾ ആയല്ലോ 14th അല്ലേ? ഇന്ന് 14th 4:47 ആയി രാവിലെ നാളെ. അപ്പോൾ ഹോപ്പ് ടു സീ ഓൾ ദെയർ കൂർഗ് പീപ്പിൾ. We are excited to meet you all. So നമുക്ക് അവിടെ കാണാം എല്ലാവരും ഇൻഷാല്ലാ. ഇനി റൂമിൽ പോയിട്ട് വേണം നല്ലോണം ഒന്ന് റെസ്റ്റ് എടുക്കാൻ. അപ്പോൾ എപ്പോൾ എനിക്കും റെസ്റ്റ് എടുത്ത് പോയാൽ തന്നെ ഞാൻ ഇപ്പോൾ ഉറങ്ങിയിട്ടും ഇല്ല, ഉറക്കം വന്നില്ല. അപ്പോൾ ലെറ്റ്സ് സീ, ഇനി നമുക്ക് ഇങ്ങനെ പോവാം.
നമ്മൾ അടിപൊളി നാസ്റ്റൊക്കെ കഴിച്ചു. ഞാൻ ആക്ച്വലി ഒരു ഹാഫ് ഇടിയപ്പാണ് കഴിച്ചത്. ഒരു ബ്ലോട്ടഡ് ഫീലാണ്, കഴിക്കാൻ തോന്നുന്നില്ല. കുഞ്ഞു ലോലിപോപ്പ് എവിടെ നിന്നാണ് ലോലിപോപ്പ്? എനിക്ക് തരോ, ഉമ്മയ്ക്ക് തരോ? ലോലിപോപ്പ് തരോ ഉമ്മയ്ക്ക്? ജയിക്കണുണ്ടാ? ആരാ മേടിച്ചേ? നമ്മള് ഇരിട്ടി എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയപ്പോൾ അവിടുന്ന് ഒരു ഹോട്ടലില് നാസ്ത കഴിക്കാൻ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി കയറി. അവിടുന്ന് എല്ലാവരും ഒന്ന് ഫ്രഷ് ഒക്കെ ആയി. അതുവരെ നല്ല ഉറക്കമായിരുന്നു എല്ലാവരും. എന്നിട്ട് നമ്മള് കൂർഗ് റോഡ് വഴി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് നമുക്കൊരു 55 കിലോമീറ്റേഴ്സോളം ഇനിയും യാത്ര ചെയ്യാനുണ്ട്. ഇത് ഫോറസ്റ്റ് ഏരിയ ആണ്. ഒരു ചെക്ക് പോസ്റ്റ് ഒക്കെ കവർ ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതായത് മട്ടന്നൂർ കൂർഗ് റോഡ്, കണ്ണൂര്. മട്ടന്നൂർ കൂർഗ് റോഡ്. ഇതാ പറയൂ, സംസാരിക്കൂ. എങ്ങനെ ഉണ്ടായിരുന്നു യാത്രയൊക്കെ? സോനുന്റെ വിശാലമായ ഉറക്കം പറയും. എൻ്റെ യാത്ര എന്ന് പറയുകയാണെങ്കിൽ വളരെ സുഖകരമായി, ഭയങ്കര വിശാലമായി, കാലും നീട്ടി ഇവിടെ കിടന്ന് ഉറങ്ങുകയാണ്. എന്തത് പറ്റാവോ ഡോക്യുമെന്ററി ആണോലുണ്ട്. നല്ല ഉറക്കമായിരുന്നു. നല്ല ഉറക്കം എന്നാലും നല്ല ഉറക്കം. ഇങ്ങനെ ഇവര് പറയണതിന് ഉത്തരം പറയാൻ പോലും പറ്റുള്ളൂ. ഇങ്ങനെ കിടന്ന് കേൾക്കണുണ്ട്. പക്ഷെ സോനു എന്താണ് ഫുഡ് വേണ്ടത്? ഫുഡ് വേണം, അപ്പം വേണം, ഇടിയപ്പം വേണം. അപ്പൊ സോനു അത് കാണണം കൂടെ ഇല്ല വീഡിയോയിൽ. അത് മതി. ഞാൻ പറഞ്ഞു എന്ത് ഇങ്ങനെ വന്നിച്ചിരിക്കണം. നല്ല ഉറക്കത്തിന്റെ മന്നിപ്പായിരുന്നു ഗൈസ്. കാണിച്ചു കൊടുക്ക് ഫേസ് കാണിച്ചു കൊടുക്കും. ചോദിച്ചാണ് അവരെന്തെങ്കിലും ചോദിക്കുമ്പോൾ എല്ലാരും ബ്ലാക്ക് ടീ വേണം, കോഫി, ചായ വേണം, അത് വേണം, ഇത് വേണം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും സോനു നിനക്ക് എന്താ വേണ്ട? എനിക്ക് ഇതെങ്ങനെ കണ്ണു പറഞ്ഞിട്ട് എനിക്ക് കടുപ്പില്ലാത്ത മതി. ഞാൻ പറഞ്ഞ അപ്പോഴും എന്താ വേണ്ടതെന്ന് പറഞ്ഞില്ലല്ലോ. ചായ മതി. അത് നേരിട്ട് ആളെ എക്സ്പ്രഷൻ. സോനു ഉറക്കത്തിൽ എണീറ്റുമ്പോ അങ്ങനെയൊക്കെ എങ്ങനെ ഞാൻ പറയട്ടെ, നീ ഇങ്ങനെ കണ്ണൊക്കെ മിച്ച ആളെ പീഡിപ്പിക്കില്ല. എന്താ വേണ്ടതെന്ന് പറ. ചായ മതി. നോക്കി കോൺസെൻട്രേഷൻ ചെയ്യൂല. ഇങ്ങനെ കണ്ണു അതിനെന്തോ പറയുമല്ല, എന്തോ പറയൂ. അതെന്താ പറയണെന്ന് കമന്റ് ചെയ്യും. അല്ല, ഇംഗ്ലീഷിൽ എന്തോ പറയൂ. അങ്ങനെ നമ്മ ഇംഗ്ലീഷിലല്ലേ മെന്റലി. അതല്ല, എന്റെ കുഞ്ഞി ലോലിപോപ്പ് കയ്യിൽ പിടിച്ച് എന്തോ ഇറക്കണേടാ. ആ കഴിക്കണ്ട്. വിച്ച് കളർ എബു? വിച്ച് കളർ? അങ്ങനല്ല, അതല്ലല്ലോ ഉദ്ദേശിച്ച. നടുക്ക് ഇങ്ങനെ കറക്റ്റ് ഇങ്ങനെ സ്പോട്ട് ചെയ്യുന്നുണ്ടാവും. അടിപൊളി. അപ്പൊ നമുക്ക് പോവാം. ഒന്ന് റൂമിൽ പോയിട്ട് ഒട്ട വീഴ്ച വീയാണ്. ഇനി 46 കിലോമീറ്റർ വിടുന്നു. ഈ 46 പക്ഷെ അന്ന് 46 കിലോമീറ്റർ ഒരു മണിക്കൂറും 22 മിനിറ്റ്. കൊള്ളാട്ടെ ഈ റോഡ്. ഇങ്ങനെ ഒരു വൈബ് ഉണ്ട്. ഏത് ഫ്ലേവർ ആണ് സൈഗു? ലോലിപോപ്പ് ഓറഞ്ച് പോലെ. ആൽഫൻ ലിബെ ആണ് ഇഷ്ടം. ആൽഫൻ ലിബെ. പോണത് വിരാജ്പേട്ടിലേക്ക് പോയി ഇറങ്ങും. എനിക്ക് ആൽഫൻ ലിബയുടെ ഇഷ്ടം. പണ്ടത്തെ ആൽഫലീബാണ്. ഇതെനിക്ക് ഇഷ്ടമല്ല ഇങ്ങനത്തെ നോർമൽ. ഭയങ്കര മധുരിപ്പായിരിക്കും. മധുരിപ്പ്. നാക്കില് കളർ വരണത് ഇഷ്ടല്ല എനിക്ക്. കളർ വരണത് ഇഷ്ടല്ല. ആൽഫൻ ലിബ ഒക്കെ ഇഷ്ടമാണ്. അല്ല, പിങ്ക്, പിന്നെ ചോക്ലേറ്റ്. പിന്നെ സാധാരണ ആൽഫലീബയുടെ ഫ്ലേവർ ഒക്കെ. മോള് എന്ത് ചെയ്യുന്നു? സ്കൂളിൽ പഠിക്കുമ്പോ എന്തോരം കോപ്പിക്ക് വയ്ക്കുമായിരുന്നു. ഒരു നല്ല രസമാണ്. ചെറുപ്പത്തിലേക്ക് നിങ്ങൾ ചെറുപ്പമായിരിക്കുമ്പോ ഒക്കെ ഉണ്ടോ അത്? ഞാന് വർത്താനം കിട്ടായിരിക്കും. ഞാൻ കളവനായിരിക്കും. 29 വയസ്സുമായി ഞാനും. ഇവിടെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഡോണ്ട് ഫീഡ് ആനിമൽസ് എന്ന് പറഞ്ഞ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ സോനും മഷും സുനുവൊന്നും ഇനിയൊന്നും കഴിക്കട്ട, ഞങ്ങൾ ഫുഡ് തരൂല. അവിടെ ഡോണ്ട് ഫീഡ് ആനിമൽസ് എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ഒന്നും ചോദിക്കണ്ട.
നിറച്ച് ഫ്രൂട്ട്സ് ആണ് ആ വണ്ടിയിൽ. ഓ സുനുവിന് ഇപ്പഴാ കത്തിയത്. നിറച്ച് വണ്ടി നിറച്ച് ഫ്രൂട്ട്സ് ഇത് പറയണ നിറച്ച് വണ്ടി ഇത്. അപ്പൊ നമ്മളിങ്ങനെ ചിൽ ചെയ്ത് പോട്ടെ അല്ലെ. ലോലിപോപ്പ് കഴിച്ച വിച്ച് കളർ? കുട്ടി ക്യാമറയിലൊന്നും പറയൂല, ഓഫ് ദ ക്യാമറ ആണ് കുട്ടി. പറഞ്ഞു ഞാൻ കണ്ട് വൈബ് പിടിച്ച്. യെസ്, അങ്ങനെ കുറച്ചുകൂടെ ട്രാവൽ ചെയ്ത് വരുമ്പോൾ കൂർഗേറ്റ് എന്നുള്ള റെസ്റ്റോറൻറ്റ് ഉണ്ട്. എബുന്റെ ഫേവറേറ്റ് ദോശ തരട്ടെ ഉമ്മി. ബിസ്മില്ലാ. ഇതിന്റെ ഇപ്പുറത്ത് തന്നെ ഒരു ടോയുടെ ഷോപ്പ് ഉണ്ട്. അത് കണ്ടിട്ട് കിള്ളി പോയിരിക്കണായിരുന്നു, ഓടിപ്പോയി അങ്ങോട്ട്. സാൻഡിൽ പോലും ഇടാതെ ട്രാവൽ ചെയ്യുമ്പോൾ ഞാനവന് ഷൂ ഇടാറില്ല, ക്രോക്സ് ആണ് ഇടുന്നത്. വേണ്ടായിരുന്നു ഫാൻ. അപ്പോൾ അവൻ അങ്ങോട്ട് ഓടണായിരുന്നു. അവനെ ഒന്ന് മാനേജ് ചെയ്ത് എനിക്ക് കൊണ്ടുവരാൻ പറ്റൂല. ബേബി ആണെങ്കിൽ ടോയ്ലറ്റിലാണ്. അപ്പോൾ ഞാൻ ഈ ദോശ നോക്കിയിട്ട് അവനെ വോമിറ്റ് ചെയ്തല്ലേ, സൈഗു വോമിറ്റ് ചെയ്ത്. മറ്റേ റിംഗ് റോഡല്ലേ സൈഗിന് വോമിറ്റിങ് ആയി. സുഖമുണ്ട് കേട്ടോ കാറ്റ്. സൈഗു കുറേ വെള്ളം കുടിക്കണ്ട, ഇച്ചിരി കുടിച്ചാൽ മതി. ചൂടുവെള്ളം. അപ്പോൾ ഞാൻ അവിടെ ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു. ഇപ്പൊ എബു ബാക്കി വെക്കുന്ന മസാല ദോശ വേണം കഴിക്കാൻ. അവന് വീണ്ടും ഓർമ്മ വന്നെന്ന് തോന്നുന്നു കേട്ടോ ടോയുടെ. ഞാനൊന്നും കഴിച്ചില്ലായിരുന്നു. സോനൊന്നും കഴിച്ചില്ല. പോണട്ടാ ചെറുക്കൻ. ഡാഡ വരട്ടെ, ഡാഡ അടുത്ത് പറയാം. ഇരിക്ക്. ഓടണ കണ്ടോ, മെയിൻറ്റെയിൻ ഫുഡ് കഴിക്കണം. അവിടെ നിന്ന് ഡാഡ ടോയ്ലറ്റിൽ നിന്ന് വന്നപ്പോൾ തന്നെ സോപ്പ് ഇട്ടിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തന്നെ കൊണ്ടുപോയി ബേബി. അപ്പോൾ തന്നെ അവന് മേത്ത് കയറിയിട്ട് പോയി. എനിക്ക് അറിഞ്ഞൂടെ എന്ത് മേടിക്കുമെന്ന്. അതിൻ്റെ പുറകിൽ വാല് പോലെ എല്ലാം ഓടി. സുനു ഓടി. കണ്ട അതിന്റെ മുഖം കണ്ട. ഒരെണ്ണം മതി. നേരത്തെ ബേബി ഒറ്റക്കൂടി വന്നു ബേബി. ഇതിന്റെ ഉള്ളില് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ആള്. 1 മതി, 2 വേണ്ട, 1. ഗുഡ് ബോയ്. ആ 2 വെച്ച. അത് വേണ്ട കുഞ്ഞെ, മറ്റേ ക്യൂട്ടുണ്ട്. എല്ലാം കണ്ടിട്ട് എക്സൈറ്റഡ് ആയിരിക്കണേ. ഹൽക്കിനൊക്കെ കണ്ടിട്ട് വാവുന്നു. മറ്റൊരു ഹൽക്ക്. വൺ മതി. താങ്ക് യു. വേറെ എന്തൊക്കെയോ നോക്കണ്ടല്ലേ. അതാ ഇതാ കൊറേ നേരായി. ഇത് സൈഗുന്റെ ബാക്കിയാന്ന് തോന്നുന്നു. സൈഗുന് ഇങ്ങനെയല്ലേ നിങ്ങൾ ടോയ് മേടിച്ചു കൊടുക്കുമ്പോ ഫുൾ കൺഫ്യൂഷൻ, ഓടി നടക്കും. അതല്ല അതവിടെ അവൻ ഹൽക്കിന്റെ സൗണ്ട് ആക്കണം. ഇതവിടെ ബേബി. അത് വേണ്ടല്ലേ ഡൈനോസർ. ഡോൾസ് ഉണ്ട് നിനക്ക്. ഡോൾസ് മേടിക്കല്ലേ വെറുതെ. സോ ഗൈസ്, അങ്ങനെ അടിപൊളി മസാല ദോശ ഒക്കെ കഴിച്ച് ഞാനും സോനു. പിന്നെ എനിക്ക് കമ്പനി തരാൻ വേണ്ടിയാണ് കഴിച്ചത്. സോനു ഒട്ടും വിശപ്പില്ലായിരുന്നു. നല്ല മസാല ദോശ ആയിരുന്നു അല്ലേ സോനു? 2 ചെറിയ ഇടിയപ്പമാണ് കഴിച്ചത്. ഓവറായിട്ട് കഴിക്കണില്ല. അപ്പൊ നോക്കുമ്പോ എന്താണ് മസാല ദോശ. മസാല ദോശ കഴിക്കാനുള്ള സ്ഥലം ഉണ്ടല്ലോ. അപ്പൊ വിചാരിച്ചാ എന്തായാലും ഒരാള് തിന്നണല്ലേ. ഞാൻ ആക്ച്വലി എബുന് വേണ്ടിയാണ് ഓർഡർ ചെയ്തത്. അവന് ദോശ ഇഷ്ടമാണല്ലോ. പക്ഷെ ഇന്ന് അവന് തൊട്ടപ്പുറത്ത് ടോയ്സിന്റെ ഷോപ്പ് കണ്ടുകൊണ്ടിട്ട് അവന് ഫുള്ള് ഡാഡിനെ സോപ്പ് ഇട്ടിട്ട് അങ്ങോട്ട് പോകലായിരുന്നു. സോ ആ മസാല ദോശ ഞാൻ തന്നെ തിന്നേണ്ടി വന്നു. അവൻ കഴിച്ചില്ല. ഇല്ലെങ്കിൽ ഒരു ഹാഫ് എങ്കിലും കഴിക്കും. സോനുണ്ട് ഒരു ഗുൽമോഹർ. ആണെന്നാ തോന്നണേ. ഇതാണ് അവസ്ഥ. പാവൻ സോദത്തണ്ടേ. എന്താണ് പറയട്ടെ? എന്തെങ്കിലും ഒന്ന് സ്നേഹപ്രകടനം. അപ്പൊ നമ്മള് കഴിച്ചിട്ട് ഇപ്പൊ പോണാണ്. 2 ടോയ്സ് ട്വിൻസിനെ പോലെ മേടിച്ചിട്ടുണ്ട്. കാണിച്ചു കൊടുക്കട്ടെ ടോയ്.
ഇതിന്റെ ഓറഞ്ച് ഒരു ഗ്രീൻ സൈഗിനൊരെണ്ണം ഹെബുനൊരെണ്ണം. എബുന് പിന്നെ ബൈയുടെ കയ്യിൽ എന്ത് പുതിയ കണ്ടാലും അവന് വേണം. അവന് മേടിച്ചത് ആക്ച്വലി ഗ്രീൻ ആണ്. പിന്നെ സൈഗു ഈ കളർ മേടിച്ചപ്പോ അവൻ അതെടുത്ത് കയ്യിൽ പിടിച്ച്. എല്ലാം ഒരു 5 minutes ആണ്. പിന്നെ എക്സൈറ്റ്മെന്റ് ചെറിയ ഗുൽമോഹർ, ഒട്ടും പൊക്കില്ലാത്ത ഓറഞ്ച്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗുൽമോഹറിന്റെ ആ മരം. അപ്പൊ എനിക്ക് ആഗ്രഹം നമ്മ വീടിന് വേറെ പണിയാണെങ്കിൽ നിറച്ചിങ്ങനെ പറമ്പൊക്കെയുള്ള സ്ഥലമാണ്. കൊറേ അങ്ങനെ എന്താ പറയണ ഫല വൃക്ഷങ്ങളുണ്ട്, ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടാവണ മരങ്ങളും ഇങ്ങനെ പ്ലാന്റ്സ്. നിനക്ക് വേണ്ടി ഇൻഷാല്ലാ ഞാൻ 1 ഏക്കർ സ്ഥലം വാങ്ങിച്ചിട്ട് അടുത്തൊരു വീട് പണിതിട്ട് ഫുള്ള് ഇതേപോലെ അവക്കാടോ അവനിക്കാടോ അവൾക്കാടോ ആർക്കാടോ ചക്ക മാങ്ങ തേങ്ങ ഭക്ഷണം എത്തിച്ചേർന്നത് അങ്ങനെ ചെറിയ ബ്ലോസം ഡ്രൈവ് ചെയ്യണ്ടല്ലേ വീട് കൈകൊണ്ടല്ലേ ഡ്രൈവ് എന്റെ പെടലി പിടിക്കുക ചെയ്യുന്നല്ലേ വളവും തിരുവല്ലേ അങ്ങനെ കൊറേ ഇങ്ങനെ ഭംഗിയുള്ള എന്നിട്ട് അതൊക്കെ ബഷി നോക്കി വളർത്തും. ഞാൻ കണ്ട് അതുകൊണ്ടായിരിക്കും ഞാൻ അതൊക്കെ കണ്ട് എനിക്ക് ആസ്വദിക്കാൻ ഇഷ്ടം. വെള്ളം തണച്ച് കൊടുക്കാനോ അല്ലെങ്കിൽ ഇത്തിരി വളം ഇട്ട് കൊടുക്കാനോ ഇത്തിരി മണ്ണ് കോരി ഇട്ട് കൊടുക്കാനോ അതൊന്നും ഇഷ്ടമല്ല. അത് വേണം ഇത് വേണമെന്നൊക്കെ പറയും. ഞാൻ പറയും ആക്ച്വലി ഞാൻ ഇല്ലാത്ത ടൈമിലെങ്കിലും ഒന്ന് ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് അതില്ല. എന്നിട്ട് എന്റെ പാവ മോളാണ് ഇപ്പൊ തൊട്ട് അതൊക്കെ ചെയ്യണത്. കറക്റ്റ് ഈവനിങ് അവള് വർക്കൗട്ട് ചെയ്യണതിന് മുമ്പ് ഒരു 5-5:30 ആകുമ്പോഴത്തേക്ക് അവള് കറക്റ്റ് എല്ലാത്തിനും ചെടിയൊക്കെ നനച്ച് നല്ല കിട്ടി. എന്നെ പോലെ ആ ഒരു വൈബ് അവള് ആസ്വദിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ല കാര്യം. ഇല്ല നീ ചോദിക്കാറില്ല? വർക്കൗട്ട് ചെയ്യാറില്ല. അതിലും പറഞ്ഞ തുടങ്ങിയിട്ടുണ്ട് 2 ദിവസമായിട്ട്. നല്ല രസമാണ്. നമുക്ക് നല്ല ക്യൂട്ടാണെന്ന് അത് കാണിച്ചു കൊടുക്കണം. അപ്പൊ നിങ്ങൾക്കും സൈഗുനെ കണ്ടിട്ടൊക്കെ ചെയ്യണം ഇത് കിഡ്സിനുള്ളതൊക്കെ. എന്തായാലും ഞാൻ അടുത്തായിട്ട് കാണിച്ചു. അയ്യോ ഞാനും സഹിക്കാൻ പറ്റൂല ചില ടൈമിൽ കോമഡി ആയിട്ട്. അവർ കാണിക്കണ വർക്കൗട്ട് വേറെ ആയിരിക്കും, അത് സൈഗു ചെയ്യുമ്പോ വേറെ. സൈഗുനെ പെട്ടെന്നൊരു വെപ്രാളം കയറും. അതായത് കാണിക്കുന്ന സ്ഥാനത്ത് നിന്ന് മാറി വേറെയിലേക്കൊക്കെ പോകും. ചിലതൊന്നും എനിക്ക് അപ്പൊ ഞാൻ അറിയോ സൈഗുന് 1 നൂല് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ പറയും. നിങ്ങൾ ഇല്ലാത്തപ്പോഴാണ് രസം. അവര് അഡ്ജസ്റ്റ്മെന്റ് ആയിരിക്കും. പിന്നെ 45 ഇൻക്ലൈനാണോ ഉദ്ദേശിച്ചത്? 3.5 സ്പീഡിലിട്ടിട്ട് ഞാൻ പോലും 10 ഇൻക്ലൈൻ ഇടൂല. 8 ഇടണേ. സൈഗു പൊളി മല കയറണ പോലെ ഉണ്ടാവും സൈഗുട്ട്. അത് എഫക്റ്റീവ് ആണ് ആക്ച്വലി. അപ്പൊ നമ്മള് പോയി എങ്ങോട്ട് എത്തി? ഈ ഒരു സ്കൈ ലുക്ക് സോ ഗുഡ്. നല്ല രസമുണ്ട്. ഇനി നമ്മളെ റൂമിലേക്ക്
ഷോ ആ റൂം മൊത്തം വീട് തന്നെ നമ്മൾ എടുത്തിട്ടുണ്ടല്ലോ. ഇവിടെ ഒരു ബെഡ്, ഇവിടെ ഒരു ബെഡ്, ഇവിടെ ഒരു ബെഡ്, ഫുൾ ഫാമിലി റൂം. ബയ്യം എബുനും ഒരു റൂം. ഓൾറെഡി തുടങ്ങി കളിച്ച തുടങ്ങി എൻ്റെ ബേബി. 2 പേരുള്ള ഒരു ബെഡാണ് ഇത്. കൊള്ളാം. ആൻഡ് ഇവിടെ ഒരു മിറർ ഉണ്ട്, ഫുൾ മിറർ. ഫോട്ടോ, ഷൂസ് ഒക്കെ വെക്കാനായിട്ട്. ഗെറ്റ് മൈ ഷോൾ. 2 ബാത്റൂംസ്, വാർഡ്രോബ്. So totally it's good, nice, right? Everybody liked it. അടിപൊളി, ഒരു ഹോംലി മൂഡൻ, പൊളി. ആർക്കും ധൃതി പിടിച്ച് ടോയ്ലറ്റിൽ 2 ടോയ്ലറ്റ്. ഒരാളവിടെ കുഴപ്പമില്ല. ഒരു 3 ഫാമിലിക്ക് എന്തിന് കൺജസ്റ്റേറ്റ് അല്ല, അമ്മ 2-3 ഇപ്പം അമ്മ പൊളിക്ക് 2 പേര്. ഫ്രഷ് ആക്കിട്ട് തരാവാ, ഫ്രഷ് ആക്കാവാ. ഹോട്ടലിൽ റൂം പോകുമ്പോൾ ഇതാണ് അവസ്ഥ. തന്തം പിള്ളേരും ഫുൾ വൈബിലായിരിക്കും. നമുക്ക് പിന്നെ കുത്തിമറിയാൻ പറ്റൂല ഗൈസ്. ഇല്ല, ഞാനും സുനു കുത്തി. അപ്പൊ സുനു എന്തൊക്കെ സ്റ്റോറി ഒക്കെ ഇട്ടോണ്ടിരിക്കും, എഡിറ്റ് എന്തോ ചെയ്തോണ്ടിരിക്കുക. എപ്പോഴും സ്റ്റോറി ഇട്ടത് മെൻഷൻ ചെയ്തായിരുന്നു. അപ്പോ ഈ ചെറുതുണ്ടല്ല, 1 നമ്പർ കുത്തിമറിയലാണ് കേട്ടോ അവൻ. എസ്പെഷ്യലി ഹോട്ടൽ റൂംസ് ഒക്കെ അവന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ബെഡ് കുത്തിമറി. വീട്ടിലും ഇത് തന്നെ പണി. രാത്രി എനിക്കന്നെ പേടിയാണ് അമ്മാതിരി കുത്തിമറിയല. സോ നമ്മൾ അടിപൊളിയായിട്ട് കൂർഗെത്തി. ഇത് പ്രോപ്പർ കൂർഗ് അല്ലേ ബേബി? നെല്ലി ഹുദ്കേരി. മൈ പ്രൊണൗൺസിയേഷൻ ഈസ് റോങ്, ഐ ആം സോറി. അപ്പോൾ നമ്മളൊക്കെ ഇരുന്ന് ഇനി കുറച്ച് വൈബാക്കട്ടെ. ചൂടൊക്കെ ആരിട്ട് വേണം നമുക്ക് പുറത്തിറങ്ങാനല്ലേ. ഞാൻ ഡ്രസ്സൊന്നും കൊടുത്തിട്ടില്ല പൂളിലിറങ്ങാൻ. ചിലപ്പോൾ നമ്മൾ ഇറങ്ങും, ചിലപ്പോൾ ഇറങ്ങൂല. എബ്ബു ആകെ വന്നിട്ട് കുളിച്ച് ഫ്രഷ് ചെയ്ത് എബ്ബു മാത്രം തണുത്ത വെള്ളത്തിൽ. അവന് വിറക്കണായിരുന്നു. അവന് ഒന്നാമത് ശീലമില്ല പാവം. കുത്തിമറിയണം, അതാണ് എനിക്ക് കോൺസെൻട്രേഷൻ കിട്ടാത്തത്. ഫുള്ള് കുത്തിമറിയല്ല. ഫുൾ കളിയായിരുന്നല്ലേ ലെഗോ. എന്റെ പഠിച്ചോനെ ഇതൊക്കെ ഇട്ടാ ശരിയാവൂല കേട്ടോ. അത്രക്ക് കുത്തിമറിയലാണ്. അമ്മ അതിൽ കുത്തിമറിയലാണ്. എനിക്കെന്റെ ടെക്സ്ചറുണ്ട് കണ്ടത്. അപ്പോൾ ഇന്നെന്താണ്, ഇനി കുറച്ച് ഈവനിങ് ആകുമ്പോൾ നമ്മൾ പുറത്തൊക്കെ പോവും. ലഞ്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്താ വേണ്ടതെന്ന്. ഫിഷ് കറി ലഞ്ചായിരിക്കും. അതൊക്കെ കഴിച്ചിട്ട് ഒന്ന് റെസ്റ്റ് എടുക്കണം. എടുക്കേണ്ട നോക്കണം അവർ കുത്തി പറയും. സോ ഐ തോട്ട് വിൽ വൈൻഡ് അപ്പ് ദിസ് വ്ളോഗ്. ഇനി എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ വേറെ വ്ളോഗായിട്ട് ഞാൻ കാണിച്ചു തരാം ഇൻഷാല്ലാ. നാളെയാണ് ഇനോഗ്രേഷൻ. കഫേ ടോസ് അല്ലേ? കഫേ ടോസ്, കഫേ ടോസ് 10 AM നെല്ലി ഹുദ്കേരിയിൽ. സോ ഹോപ്പ് ടു മീറ്റ് യു ഓൾ ദെയർ. അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. വിൽ സീ യു ഓൾ ഇൻ എ വെരി നെക്സ്റ്റ് വീഡിയോ.